തിരുവനന്തപുരം മണക്കാട് ഗവൺമെന്റ് ഗേൾസ് VHSSൽ ആഷിക്കുണ്ട്. ആഷിക്ക് അവിടെ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങിയോ? വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് അവരുടെ പ്രതികരണം? രക്ഷിതാക്കളും അധ്യാപകരും അടക്കം അവിടെ സ്കൂളിലുണ്ടോ? ജിന, ഇവിടെയും വലിയ കൗതുകത്തോടെ ആശങ്കയോടെ റിസൾട്ട് നോക്കാനിരിക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാതാപിതാക്കളും വിദ്യാർത്ഥികളടക്കം നിരവധി പേര് ഈ സ്കൂളിന്റെ വിവിധ ഇടങ്ങളിലായി ഇങ്ങനെ തങ്ങി നിന്ന് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ ആയി റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ റിസൾട്ട് അറിഞ്ഞതിന്റെയും ഫുൾ A+ന്റെയും ഒക്കെ ആഹ്ലാദം അവരുടെ മുഖത്ത് ഉണ്ട് എന്ന് നമുക്ക് കാണാം. പലരും തന്നെ ഫുൾ A+കാരാണ്. ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ച പല കുട്ടികളിലും ഫുൾ A+കാരുണ്ട്. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വലിയ നേട്ടം ഉണ്ടാകുന്നതിൽ കുട്ടികൾക്കും വലിയ സന്തോഷം, മാതാപിതാക്കൾക്കും ഉണ്ട്. എങ്ങനെ റിസൾട്ട് നോക്കിയോ? എങ്ങനെ? 2 A+, 1 A, 1 B+. ഇവിടെ ഫുൾ A+കാരുണ്ടോ? ഫുൾ A+. പേരെങ്ങനെ? ബിസ്മി. എങ്ങനെയാണ്? പരീക്ഷയ്ക്ക് എളുപ്പമായിരുന്നോ? കുഴപ്പമില്ല. ഉറപ്പായിരുന്നു ഫുൾ A+ കിട്ടുമെന്ന്? ചെറിയൊരു ഉറപ്പുണ്ടായിരുന്നു. ഏതായിരുന്നു സ്ട്രീം? ഏതായിരുന്നു? ഹ്യൂമാനിറ്റീസ്. അതെ, ബിസ്മിയുടെ ഉമ്മയാണ്. അവള് കുറച്ച് സബ്ജക്ട്സ് മാത്രമേ ഡൗട്ട് പറഞ്ഞിരുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യവും ഏകദേശം ഫുൾ മാർക്കിനോട് അടുത്ത് 12 മാർക്സിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ +1. ഇപ്രാവശ്യം ഫുള്ള് വാങ്ങി. സന്തോഷം. എങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? പഠിക്കുമ്പോഴൊക്കെ ഫുൾ A+ ലക്ഷ്യം വെച്ചുള്ള പഠനമായിരുന്നോ? അങ്ങനെ ലക്ഷ്യമല്ല, അവള് നല്ല പഠിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. പിന്നെ ബാക്കി അവള് ചെയ്യും, അവള് നേടും എന്നൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും വലിയ സന്തോഷം കാണാനുണ്ട്. റിസൾട്ട് അറിഞ്ഞവരുടെ ഒരു സന്തോഷം ഇവിടെ എല്ലാവരുടെയും മുഖത്ത് കാണാം. എങ്ങനെ റിസൾട്ട് എങ്ങനെയുണ്ട്? ഫുൾ A+ ഉണ്ട്. എങ്ങനെ? പേരെങ്ങനെ? പേര് പറയും. അശ്വതി. പരീക്ഷയ്ക്ക് എളുപ്പമായിരുന്നു? എളുപ്പമുണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മാറിയപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു ഫുൾ A+ കിട്ടുമെന്ന്. പക്ഷെ കിട്ടിയപ്പോ സന്തോഷം. എങ്ങനെയുണ്ട്? വിശ്വാസമായിരുന്നു. അവളങ്ങനെ പഠിക്കുന്ന ഒരാളായിരുന്നു, അതുകൊണ്ട് വിശ്വാസം ഉണ്ടായിരുന്നു, അത്ര തന്നെ. അധ്യാപകനാണോ? എങ്ങനെ സ്കൂളിൽ മൊത്തത്തിലുള്ള റിസൾട്ട് ഒക്കെ എങ്ങനെയാണ്? ഞാൻ ഹൈസ്കൂളിൽ അധ്യാപകനാണ്. ഇപ്പം 42 പേർക്ക് ഫുൾ A+ എന്ന് പറഞ്ഞു. മൊത്തത്തിൽ ഇത് സ്കൂൾ മൊത്തം റിസൾട്ട് കിട്ടിയില്ല, നോക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിസൾട്ട് എടുത്ത് കൊടുത്തു. അതാണ് പിള്ളേരൊക്കെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻവർഷങ്ങളിലൊക്കെ എങ്ങനെയാണ് സ്കൂളിൽ? മുൻവർഷങ്ങളിൽ വലിയ കുഴപ്പമില്ല, 90 ഒക്കെ ഉണ്ട്. നമ്മുടെ ഹയർ സെക്കൻഡറി നല്ല റിസൾട്ടാണ്. 10ാം ക്ലാസ്സിന്റെ ഫലത്തിലും 96% ഉണ്ട്. 34 കുട്ടികൾക്ക് A+ ഉണ്ട്, ഫുൾ A+. പൊതുവേ മണക്കാട് സ്കൂൾ നല്ല ഇതാണ്. പിന്നെ VHSC ഉണ്ട്, അത് അവർ അറിഞ്ഞുകൊണ്ട് വരുന്നതേ ഉള്ളൂ. ഓക്കെ. ജിന, മുൻവർഷങ്ങളിലും വലിയ പെർഫോമൻസ് റിസൾട്ട് ഫലപ്രഖ്യാപനത്തിലൊക്കെ കാണിച്ചിട്ടുള്ള സ്കൂളാണ് മണക്കാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇപ്പോൾ ഈ വർഷവും അതിന് സമാനമായി തന്നെയാണ് ഫലപ്രഖ്യാപനം വരുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ അല്പനേരത്തിനകം വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി എത്തുകയും തിരുവനന്തപുരം മണക്കാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉള്ളത്. അവിടെ നിന്ന് വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും അധ്യാപകരോടും ഒക്കെ വിശേഷങ്ങൾ ചോദിച്ചറിയുകയാണ്.